ദ രശ്മിക ഐ മിസ്റ്റ്. ആ രശ്മികനെ ഇന്നലെ ദ ഗേൾ ഫ്രണ്ട് എന്ന സിനിമയിൽ കണ്ടു. പണ്ട് കിറുക്ക് പാർട്ടി, ഡിയർ കോമ്രേഡ്, ഗീതാ ഗോവിന്ദം, ആ സിനിമയിലൊക്കെ ഒരു പ്രത്യേക ഒരു ബ്യൂട്ടി, ഇന്നസെൻസ്, ഒരു നാച്ചുറൽ പെർഫോമർ ആയിരുന്നു. അത് പിന്നീടുള്ള വർഷങ്ങൾ, കുറേ കാലങ്ങൾ ആ ഒരു സ്പാർക്കും ആ ഒരു ഫ്രഷ്നസ് ഒക്കെ ഇല്ലാണ്ടായിരുന്നു. കുറെ അനാവശ്യ ഗ്ലാമർ റോൾസും സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത റോൾസ് ഒക്കെ ചെയ്ത് ആ ഒരു പഴയ രശ്മികയാണ് ഗേൾ ഫ്രണ്ട് എന്ന സിനിമയിൽ തിരിച്ചു വന്നിരിക്കുന്നത്. വളരെ സന്തോഷമായി. എനിക്ക് ക്യാരക്ടർ റോൾസ് കിട്ടിയ അതും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ഈ ഒറ്റ സിനിമയിലൂടെ. ഗംഭീര വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു ഇന്നസെന്റ് ഗേൾ ടു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുപോയ ഒരു ക്യാരക്ടറിനെ ഇതിലും ഭംഗിയായിട്ട് ഇനിയും ചെയ്യാൻ പറ്റില്ല. അത്രയും ഭംഗിയോടെ തന്നെ ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ തന്നെ രശ്മികയുടെ സ്ട്രോങ് ആൻഡ് പവർഫുൾ പെർഫോമൻസ് ആണെന്ന് തന്നെ ഞാൻ വീണ്ടും പറയുന്നത്. രശ്മികയുടെ ഫിൽമോഗ്രഫി നോക്കുമ്പോൾ അഭിമാനിക്കാൻ പറ്റിയൊരു പടം തന്നെയാണത്. ഇനിയും ഇങ്ങനത്തെ നല്ല ഗുഡ് റോൾസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. സിനിമയുടെ പറ്റി പറയുകയാണെങ്കിൽ, ഭൂമി MA ലിറ്ററേച്ചർ പഠിക്കാൻ ഒരു കോളേജിൽ വരികയാണ്. ആ കോളേജിലെത്തിയ ശേഷം ഷീസ് ട്രൈങ് ടു ഫിറ്റ് ഇൻ, ഷീസ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഹെർ സെൽഫ്, ഷീസ് ട്രൈങ് ടു എക്സ്പ്ലോർ തിങ്സ്. ഷീസ് ഒരു സെൽഫ് റിയലൈസേഷൻ കൂടെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ഭൂരിഭാഗം സമയവും. അതിനിടയ്ക്കാണ് ഭൂമി ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുപോണത്. അതൊരു പുതിയ ലോകം കാണിക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന കുറെ സിറ്റുവേഷൻസും പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ കഥ. ഈ ഒരു ടോക്സിക് കഥയെ വളരെ ടോക്സിക്, ഹാർഡ് ഹിറ്റിംഗ്, തോട്ട് പ്രൊവോക്കിംഗ്, ഇന്റൻസ് ആയിട്ടാണ് രാഹുൽ രവീന്ദ്രൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്, ഭയങ്കര പെയിൻഫുൾ ആണ്. എസ്പെഷ്യലി സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. നോട്ട് ഫോർ ദ ഫെയിന്റ് ഹാർട്ടഡ് എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഈ പടത്തില് മോസ്റ്റ്ലി ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് സിനിമയുടെ ഒരു കണ്ടന്റ്. അപ്പൊ അതിൽ പെട്ടുപോയ ആൾക്കാർ ഈ പടം കാണുമ്പോൾ അവർക്ക് ഒരു പുതിയൊരു ഐ ഓപ്പണിംഗ് കൂടി ആയിരിക്കും ഈ ഒരു സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ കാണുമ്പോൾ ചിലവർക്ക് അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി ചിലപ്പോൾ ഈ സിനിമ കൊടുക്കാം, സർവൈവ് ചെയ്യാനുള്ള ശക്തി സിനിമ കൊടുക്കാം. കുറെ പേര് ചിലപ്പോൾ മോസ്റ്റ്ലി അകപ്പെട്ട് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരിക്കലും പുറത്ത് വരാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും. ഈ സിനിമ ശരിക്കും കുറെ ഭൂമിമാരുടെ ഒരു വോയിസും കൂടെയാണ് ഈ ഒരു സിനിമ. അത് സിനിമ കുറെ പേരെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പടത്തില് ഫസ്റ്റ് ഹാഫില് ഒരു മിറർ സീക്വൻസ് ഉണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ കുറെ മെയിൽ ഡോമിനന്റ് ആയ, മെയിൽ ഷോവനിസ്റ്റ് ആയ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയില് വെറും 3-4 മിനിറ്റിനുള്ളിൽ ഇത്രയും വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത് ഇത്രയും വലിയ ഹൊറിഫൈങ് ആയ ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ല. അതും ബേസ്ഡ് ഓൺ ദിസ് മെയിൽ ഡോമിനൻസ് ആൻഡ് മെയിൽ ഷോവനിസം. അത്രയും ഡിസ്റ്റർബിങ്, അത്രയും പെയിൻഫുൾ ആയ ഒരു സീൻ തന്നെയായിരുന്നു. അതായത് പറഞ്ഞ ഫെയിൻ ഹാർട്ടഡ് ആൾക്കാർക്ക് ഉള്ളതല്ല, ആൻഡ് ടോക്സിക് റിലേഷൻഷിപ്പ് പെട്ടുപോയവർക്ക് അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയ ഒരു സീൻ തന്നെയായിരിക്കും അത്. എനിക്ക് ഒട്ടും വല്ലാത്തൊരു ഡിസ്റ്റർബിങ് ആയിട്ട് ആ ഒരു സീൻ തോന്നിയായിരുന്നു. അതിന്റെ പുറകെ തന്നെ ഒരു ബാത്റൂം സീൻ ഉണ്ട്. അത് ഞാൻ ശരിക്കും വിചാരിച്ചത് ഒരു ഹൊറർ സിനിമയായി പടത്തിന്റെ മൂഡ് മാറാൻ പോകുന്നു. അങ്ങനത്തെ ഒരു സീൻ, അങ്ങനെ കുറെ വല്ലാത്ത കുറച്ച് സീനുകൾ ഈ സിനിമയുടെ ഇന്റർവെൽ തൊട്ട് മുന്നേ ഉണ്ട്. അത് തിയേറ്ററിൽ നിന്ന് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോലും ആയില്ല. അങ്ങനത്തെ ഒരു ഇങ്ങനെ ഇൻബിൽഡ് ആയിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് ഈ പടത്തിൽ. രാഹുൽ രവീന്ദ്രൻ ഏതായാലും ഭയങ്കര ബ്രേവ്, സിൻസിയർ ആൻഡ് ഗുഡ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആകെ റൈറ്റിങ്ങിൽ മാത്രമാണ് എനിക്കൊരു പോരായ്മ തോന്നിയിരിക്കുന്നത്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ. പക്ഷെ ബാക്കിയുള്ള എല്ലാ ഘട്ടത്തിലും വളരെ നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി എന്റെ ക്യാരക്ടേഴ്സിന് എഴുതിയിരിക്കുന്നതൊക്കെ ഭയങ്കര ഓൺ ടു ദ മാർക്കായിട്ടാണ്. അത്രയും ഇന്റൻസ് ആയിട്ടാണ് ഇതിന്റെ ക്യാരക്ടേഴ്സിനൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. രാഹുൽ ഇതിലെ ഒരു HODയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വളരെ മെച്യൂർ ആയിട്ട് തന്നെയാണ് ആ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ ഔട്ട് സ്റ്റാൻഡിംഗ് ആണ്. സ്ലോ പേസ്ഡ് ആണെങ്കിൽ പോലും ഔട്ട് സ്റ്റാൻഡിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വരുവാണെങ്കിൽ ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ അല്ലെങ്കിൽ ടോക്സിക് സംഭവം തന്നെയാണ് കാണിച്ചു പോണത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ തന്ന ആ ഒരു ടെൻഷൻ, ഡെപ്ത്, ആ ഒരു ഹോറർ പടം കാണുന്ന ഫീൽ എന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ സംഭവം സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്യില്ല. ഇപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഫീലിംഗ് തോന്നുവാണെങ്കിൽ പോലും അത് രശ്മികയുടെ സ്റ്റണ്ണിങ് ടെറിഫിക് പെർഫോമൻസ് കൊണ്ടാണ്. രശ്മികയുടെ കണ്ണുകൾ അഭിനയിക്കുന്നുണ്ട്. രശ്മികയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമോഷൻസ് നമ്മുടെ അകത്ത് ഇങ്ങനെ കൊണ്ടുവരും. അതാണ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫീലിംഗ് തോന്നാനുള്ള ഏറ്റവും വലിയ കാരണം. പിന്നെ ഈ സിനിമയിൽ ടോക്സിക് റിലേഷനും ഒപ്പം തന്നെ ടോക്സിക് പാരന്റിങ്ങും വളരെ മൈനറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയത് ആ റിലേഷൻഷിപ്പ് അവരെ ഭയങ്കര ജസ്റ്റിഫൈ ചെയ്ത് കാണിക്കുന്ന പോലെ ആ പാരന്റിങ്ങും അവർക്ക് അത്യാവശ്യം കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് കാണിക്കായിരുന്നു. അത് അവർ തട്ടിക്കളഞ്ഞ് വളരെ
യൂഷ്വൽ ആക്കി കാണിച്ച പോലെയാണ് എനിക്ക് അത് തോന്നിയത്. അതൊരു നെഗറ്റീവായിട്ട് തന്നെയാണ് അത് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിലെ ഒരു ഉടനീളം വളരെ ഡൗൺ ആയിട്ട് തന്നെയാണ് പോണത്. പിന്നെ ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് വീണ്ടും ആ ഒരു പഞ്ച് വീണ്ടും വന്നു തുടങ്ങുന്നത്. പക്ഷെ ക്ലൈമാക്സിലും മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അതും രശ്മികയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. ആ ഒരു രശ്മികയുടെ പവർഫുൾ പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ക്ലൈമാക്സ് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിട്ട് ഫീൽ ചെയ്തതാണ്. ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നിയാണ്. കുറച്ചും കൂടെ ഞാൻ കാണാൻ ആഗ്രഹിച്ചു. ഞാൻ കുറച്ചും കൂടെ വേണ്ടി ക്രേവ് ചെയ്യുമായിരുന്നു. പക്ഷെ ഭയങ്കര പെട്ടെന്ന് പടം തീർത്ത പോലെയാണ് തോന്നിയത്. പക്ഷെ രശ്മികയുടെ പെർഫോമൻസിന് അതിന് അത്രയും വലിയൊരു ബാഡ് ഇമ്പാക്ട് കൊണ്ടുവന്നില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ അനു ഇമ്മാനുവൽ ശരിക്കും ഞെട്ടിച്ചു. ആദ്യമായിട്ട് ഒരു നല്ല ക്യാരക്ടർ ചൂസ് ചെയ്തു. അതാണ് ഞാൻ ഏറ്റവും അത്ഭുതപ്പെട്ടത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. 2014 മുതൽ ഞാൻ അനു ഇമ്മാനുവലുള്ള സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. കാർത്തിയുടെ ഒരു സിനിമയുണ്ട്, ആക്ഷൻ ഹീറോ ബിജു ഉണ്ട്, പിന്നെ നമ്മുടെ രവിതേജയുടെ ഒരു സിനിമയുണ്ട്. ഇതിൽ എല്ലാത്തിലും വേസ്റ്റ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് നല്ലൊരു ക്യാരക്ടറിനെ കണ്ടു. ആ ഒരു പെർഫോമൻസ് കൊണ്ടൊന്നും അല്ല, പക്ഷെ ആ ക്യാരക്ടർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. രശ്മികയുടെയും അനു ഇമ്മാനുവലിന്റെയും ഫ്രണ്ട്ഷിപ്പും ഭയങ്കര റിയൽ ആയിരുന്നു. ഒരു പ്യുവർ ആയ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. നമ്മൾ അവരുടെ റിലേഷൻഷിപ്പിന് വേണ്ടി നമ്മൾ കൂടുതൽ റൂട്ട് ചെയ്യും. ഇതിനകത്ത് അനു ഇമ്മാനുവലിന്റെ ഡയലോഗ് ഡെലിവറി കുറച്ച് ക്രിഞ്ചാണ് അവിടെ ഇവിടെ. പക്ഷെ എന്നാലും നേരത്തെ പറഞ്ഞ പോലെ ആ ക്യാരക്ടർ പ്രത്യേക ഒരു രസം തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ടോക്സിക് കണ്ണൻ ദീക്ഷിത് ഷെട്ടി. ഞാൻ ഫിൽമോഗ്രഫി നോക്കിയപ്പോൾ ദസരയാണ് കണ്ടത്. എനിക്ക് ആകെ ആ സിനിമ മാത്രം ഫെമിലിയർ ആയിട്ട് തോന്നിയുള്ളൂ. എനിക്ക് പിന്നെ ആ ക്യാരക്ടറിനെയും ഓർമ്മ വന്നു. ടോക്സിക് ക്യാരക്ടർ അതേപോലെ ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. നമ്മളെ വെറുപ്പിച്ച് കൊല്ലും. എസ്പെഷ്യലി മൊത്തത്തിൽ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെ ടോക്സിക് ആവണമെന്ന് ദീക്ഷിത് ഷെട്ടിനെ പോയി പണ്ട് പഠിച്ചാൽ മതി എനിക്ക് പറയാനുള്ളത്. വളരെ ഭംഗിയായിട്ട് തന്നെ സൂപ്പറായിട്ട് തന്നെ ആ ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. രാവ് രമേഷ് രശ്മികയുടെ അച്ഛന്റെ ക്യാരക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ടോക്സിക് പാരന്റിങ്ങിന്റെ ഒരു സാധനമുണ്ട്. എന്നാൽ പോലും ആ ഒരു ക്യാരക്ടറിനെ വളരെ വളരെ ഡിപ്പെൻഡബിൾ ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. രോഹിണി മൊത്തത്തിൽ നോക്കി ഒരു 10 മിനിറ്റ് അങ്ങോട്ടുള്ളൂ. പക്ഷെ ആ ഒരു 10 മിനിറ്റ് ആണ് വളരെ ഈ സിനിമയിലെ തന്നെ ഏറ്റവും ഇമ്പാക്ട് തരുന്ന ഒരു സീൻസിലൊന്ന്. അതുകൊണ്ട് രോഹിണിയുടെ ക്യാരക്ടർ നമ്മൾ ഒരിക്കലും മറക്കില്ല. അങ്ങനത്തെ കുറച്ച് ഡയലോഗ്സും അങ്ങനത്തെ കുറച്ച് ഇമ്പാക്റ്റ് ആണ് ആ കുറച്ച് സീൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തത് ഇതിന്റെ സിനിമാറ്റോഗ്രഫി. രശ്മികയുടെ ഓരോ ഇമോഷൻസും കണ്ണ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ സിനിമാറ്റോഗ്രാഫറിനെ നമ്മൾ കൈയടിച്ചേ പറ്റൂ. ബ്രില്യൻ ക്യാമറ വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഓരോ സീനിന്റെ ഡെപ്തും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഹിഷാം ആണ് ഈ പടത്തിന് കംപ്ലീറ്റ് മ്യൂസിക്കൽ വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ അല്ല, സോങ്സ് ആണ് ഹിഷാം ചെയ്തിരിക്കുന്നത്. നല്ല ഈ സിനിമയ്ക്ക് ചേർന്നാണെങ്കിൽ പോകുന്ന പാട്ടുകൾ തന്നെയായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രശാന്ത് ബിഹാരിയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു തോന്നണ ആ ഒരു ഇമോഷൻ, നമുക്ക് ആ തോന്നണ ദേഷ്യം, ആ ഒരു ഡിസ്റ്റർബിങ് ഫീലിങ്ങും എല്ലാം കറക്റ്റായിട്ട് അവർ നല്ല രീതിയിൽ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടുപേരും തകർത്തിട്ടുണ്ട്. ഈ സിനിമയെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. ഇതൊരു സ്ലോ പേസ്ഡ് ഡ്രാമയാണ്. വളരെ പതിയെയാണ് ഈ പടത്തിന്റെ കഥ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് ഈ സിനിമയുടെ ഒരു ബ്യൂട്ടി കൂടെയാണെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. വളരെ സ്ലോ പേസ്ഡ്, സ്ലോ ബേണിംഗ് ഒരു ഡ്രാമയാണ് ഈ പടം. ഈ സിനിമയെ അങ്ങനെ വേണം അപ്രോച്ച് ചെയ്യാൻ. അത് അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാനാണ് വിശ്വസിക്കുന്നത്. ഈ സിനിമയ്ക്ക് അല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ ഫീമെയിൽ സപ്പോർട്ട് ഉണ്ട്. അതല്ലാണ്ടും പുതിയ ന്യൂജൻ പിള്ളേർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം തന്നെ ഞാൻ കേട്ടറിഞ്ഞത്. ഏതായാലും നല്ലൊരു സിനിമ തന്നെയാണത്. ഈ സിനിമ വീണ്ടും പറയണ പെർഫെക്റ്റ് പടമൊന്നും അല്ല. ഒരുപാട് ഫ്ലോസ് ഉള്ള സിനിമയാണ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ആയിട്ട് കമ്പയർ ആണെങ്കിൽ വെറും ആവറേജ് ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് എ വെരി ഗുഡ് അറ്റംപ്റ്റ് ബൈ രാഹുൽ രവീന്ദ്രൻ. And it's worth to watch in theaters for the strong content and Rashmika Mandanna's powerful, thought-provoking, heart-heating performance. കണ്ടിട്ട് അഭിപ്രായം പറയുക.